ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. സർവപാപങ്ങളെയും നശിപ്പിക്കുന്ന ഭാസ്കരനെ, ദിവാകരനെ, അർക്കനെ, സൂര്യനെ ഞാനിതാ പ്രണമിക്കുന്നു. ഞങ്ങൾ ജ്യോതിഷികൾ ആദ്യത്തിനെ പ്രണമിച്ചുകൊണ്ടാണ് ഞങ്ങളെ കവടിക്കരി ആരംഭിക്കുക. ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ പത്മാപുനർജന്മനാം ആത്മീയത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമര ജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുശ്ചാനേകഥ യശ്രുതൗ വാചം ന സ ദധാതു നൈകകിരണ ത്രൈലോക്യ ദീപോ രവി. ഈ മന്ത്രം 3 തവണ ഉച്ചരിച്ചു കൊണ്ടാണ്, ചൊല്ലിക്കൊണ്ടാണ് ജ്യോതിഷികൾ തങ്ങളുടെ കവടിക്കര ആരംഭിക്കുക. സൂര്യന് ശിവനാകുന്നു. അർക്ക ശംഭു, സൂര്യനെ കൊണ്ടാണ് ശിവനെ ചിന്തിക്കുക. ആ ശിവൻ്റെ ജ്ഞാനമയമായ രൂപമാകുന്നു ഏത് രൂപം? ദക്ഷിണാമൂർത്തി രൂപം. ദക്ഷിണാമൂർത്തി സ്വാമിയെയും ഞങ്ങൾ എന്തു ചെയ്യുന്നു? രാശിക്കാലത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഓം കൈലാസാദ്രീശകോണേ സുരവിടവിതടേ സ്ഫാടികേ മണ്ഡപേ സന്മാതങ്കാരാദി പീഠോപരി പരിലസിതം സേവ്യമാനം സുരോഘേഹി ജാനുസ്ഥം വാമബാഹും മൃഗമഭി പരശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യുദ്യോഗവേഷ്ടം ദദതമിഷികണേ ജ്ഞാനമീശാനമീടേ. ഇത് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ മന്ത്രമാകുന്നു. ഏതായാലും നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ആദിത്യൻ്റെ ചിങ്ങൻ രാശിയിലേക്കുള്ള പ്രയാണമാണ്. ആദിത്യൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. കൊല്ലവർഷം മലയാള വർഷം 1202 ആരംഭിക്കുകയാണ്. അതായത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 2026 ആഗസ്റ്റ് മാസം 17-ാം തീയതി തിങ്കളാഴ്ച ചിത്ര നക്ഷത്രത്തിൽ വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയിലാണ് ചിങ്ങരവി സംക്രമം. വളരെ നല്ല ഒരു ദിനത്തിലാണ് ചിങ്ങരവി സംക്രമം വരുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു സമൃദ്ധമായ ചിങ്ങമാസം, പുത്തൻ തിരുവോണം വരുന്ന ചിങ്ങമാസം ആരംഭിക്കുകയാണ്. അതിൻ്റെ എല്ലാവിധ ശുഭാശുഭ ഫലങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കട്ടെ ഈ പൊന്നിൻ ചിങ്ങവർഷത്തിൽ നിന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ സൂര്യൻ 1202 ചിങ്ങമാസം 1-ാം തീയതി തിങ്കളാഴ്ച കാലത്ത് 7:51 ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ചിങ്ങമാസം ആരംഭിക്കുന്നത് 7:51 മുതലാണ്. ഏതായാലും ഒരു ശോഭനമായ ചിങ്ങമാസ ആരംഭം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പരാമർശിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് സജീവമായി ചിന്തിക്കാം. എന്താണ് ചിങ്ങൻ രാശിയുടെ പ്രത്യേകത? ചിങ്ങൻ രാശി സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്. സിംഹേ വിംശതി രാതിത. ചിങ്ങമാസം 20-ാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ബലവാനാണ്. ഒരു ഗ്രഹം സ്വന്തം രാശിയിൽ നിൽക്കുമ്പോൾ രാശിക്ക് എല്ലാവിധ ശക്തിയും ആ രാശിക്ക് ഗ്രഹിക്കുന്നതാണ്. സൂര്യന് മൗഢ്യമില്ല. സൂര്യൻ രാഹുവോടുകൂടെ വരുമ്പോൾ എന്തുണ്ടാകുന്നു? ഗ്രഹണം സംഭവിക്കുന്നു. അല്ലാതെ സൂര്യന് മൗഢ്യമില്ല. സൂര്യൻ മറ്റുള്ള ഗ്രഹങ്ങൾക്ക് മൗഢ്യം കൊടുക്കുന്നു. സൂര്യനാണ് ഏറ്റവും ശക്തനായ ഗ്രഹം. ഏതായാലും പ്രിയമുള്ള പ്രേക്ഷകർ, മേടൻ രാശി മുതലുള്ള ഈ ഫലങ്ങളെല്ലാം ശ്രദ്ധിക്കുക. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ആദ്യത്തിൽ നിൽക്കുന്നത് 10-ാം ഭാവത്തിലാണ്. അവരുടെ കർമ്മഭാവത്തിലാണ്. അതിശക്തമാണ് സൂര്യൻ എന്നറിയുന്നത്. വൃശ്ചികൻ രാശിക്കാർക്ക് 9-ൽ വ്യാഴം, ഇവിടെ 10-ാം ഭാവത്തിലേക്ക് ആദിത്യൻ. ഇതൊക്കെ തന്നെ ആത്മപ്രഭാവം വീണ്ടെടുത്ത് കർമ്മമേഖലയിൽ നല്ലൊരു വസന്തകാലം സഞ്ജാതമാകുന്ന സമയമാണെന്നറിയുക. താൻ ഏർപ്പെടുന്ന കർമ്മവിഷയത്തിൽ തനിക്ക് വളരെയധികം അംഗീകാരങ്ങൾ ലഭിക്കുക. ദണ്ഡനാഥോ കുജാർക്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10-ൽ സൂര്യൻ വരുമ്പോഴും ചൊവ്വ വരുമ്പോഴും കുജാർക്കൗ, സൂര്യനും ചൊവ്വയും, ദണ്ഡനാഥവും. തന്നെ കൈകളിലെ അധികാരത്തിൻ്റെ പൂർണ്ണത ആര് തരും? ഈ 10-ാം പദത്തിൽ നിൽക്കുന്ന ആദിത്യൻ സമ്മാനിക്കും വൃശ്ചികൻ രാശിക്കാർക്കെന്നറിയുക. വളരെ നല്ലൊരു സമയമാണ് ഈ ഒരു പ്രസ്തുത വാരം വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. താൻ അധികാരത്തിൻ്റെ പൂർണ്ണത, താൻ ചർച്ച ചെയ്യുന്ന വിഷയം അല്ലെങ്കിൽ താൻ ഇടപെടുന്ന വിഷയം, ഇതിലൊക്കെ തന്നെ തൻ്റെ പ്രാമാണിത്വം, അഗ്രനേതൃത്വമൊക്കെ ലഭിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ പല പ്രഗത്ഭർക്കും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത് വിജയിപ്പിക്കുവാനുള്ള ഏറ്റവും വലിയ കരുത്തു തരുന്ന ഒരു മാസമാണ് ഈ ഒരു ചിങ്ങമാസത്തിലെ സൂര്യൻ്റെ പ്രവേശനമെന്ന് പ്രത്യേകം പറയട്ടെ. ചമത്കാരി ചിന്താമണിയിൽ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ടുണ്ട് ആചാര്യൻ. പ്രയാതഃ അംശുമാനസ്യ മേഷോരണയസ്യ ശ്രമസിദ്ധിതോ രാജതുല്യോ
നരസ്യ. ശ്രമഃ സിദ്ധിതഃ. ഒരു വ്യക്തിയുടെ ശ്രമങ്ങൾ പരിശ്രമങ്ങൾക്ക് ഇതാ സിദ്ധി ഉണ്ടാകുന്നു. മേഷൂരണേ 10ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ. പ്രയാതഃ. സൂര്യൻ പ്രവേശിക്കുന്ന സമയം. ജനന്യാഹ തഥാ യാതനാമാതുനോതി. അമ്മയ്ക്ക് കഷ്ടപ്പാടാണ്. കാരണം സൂര്യൻ 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് 4ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയാണ്. അതിനാൽ കുടുംബത്തിലെ അമ്മമാർക്കൊക്കെ ക്ലേശങ്ങൾ കഷ്ടപ്പാടുകൾ ഉണ്ടാകാം. ക്ലമസംഭവേത് വല്ലഭൈഹി വിപ്രയോഗ. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായി ഭാര്യയാകാം, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവരുമായി വിപ്രയോഗ അകന്നു പോകുന്നൊരവസ്ഥയുണ്ടാകും. അത് മാനസികമായ സംഘർഷങ്ങളെ, മനസ്സിന് അസ്വസ്ഥതകൾ ഉണ്ടാകും. ക്ലമഹ വളരെയധികം ക്ഷീണിക്കും കർമ്മവിഷയത്തിൽ. അങ്ങേറ്റം ഊർജ്ജസ്വലനായി ജോലി ചെയ്യുമ്പോൾ ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. പ്രകൃതിയുടെ നിയമമാണ്. നമ്മൾ എത്രത്തോളം അങ്ങോട്ടേക്ക് ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും അപ്രകാരം തന്നെ നമുക്ക് ശാരീരികമായ ക്ലേശങ്ങൾ, അരിഷ്ടതകളൊക്കെ വരാം. അതിനാൽ ആരോഗ്യ വിഷയത്തിൽ ജാഗ്രത പാലിക്കുക, ഡ്രൈവിംഗ് വിഷയത്തിൽ വളരെ ജാഗ്രത പാലിക്കുക, ചെറിയ ഒരു ശാരീരികമായ വിഷയത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ ശ്രദ്ധിക്കണം. ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകളെയും ജാഗ്രത പാലിക്കേണ്ടുന്ന മാസമാണ്. കാരണം എന്താണ്? സൂര്യൻ നോക്കുന്നത് എവിടത്തേക്കാണ്? നോക്കുന്നത് 4ാം ഭാവത്തിലേക്കാണ്. 4ാം ഭാവം അമ്മമാർ, വാഹനങ്ങൾ, മരുമക്കൾ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ്. അതിനാൽ അപ്രകാരമുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടാകാം. ധർമ്മദേവ സങ്കേതത്തിലും ശിവക്ഷേത്രത്തിലും വഴിപാടുകൾ ചെയ്ത് ഈ ഒരു സമയദോഷത്തെ എന്ത് വന്നാലും മാറ്റിയെടുക്കണം വൃശ്ചികൻ രാശിക്കാർ. ഞാനടക്കമുള്ള രാശിക്കാരാണ് വൃശ്ചികൻ രാശിക്കാർ. അതിനാൽ ഈ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മുന്നോട്ട് നീങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ശൈവസംബന്ധമായ പ്രാർത്ഥനകളൊക്കെ ചെയ്ത് എല്ലാ ദുരിതങ്ങളിൽ നിന്നും മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.